അങ്ങനെ സിറ്റി ഓഫ് റൊമാൻസ് എന്ന ഈ ഒരു ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡ് കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇവിടെ ബേഡ് നാട്ടിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ വന്നപ്പോഴോ അവനക്ക് സർപ്രൈസ് ആയിക്കൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ആ ഒരു വീട്ടിലുണ്ട്. എന്നാൽ ഇവനെ കണ്ടതും നീ എവിടെയായിരുന്നു, എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഇവനിങ്ങനെ സർപ്രൈസ് ആയത് കൊണ്ട് തന്നെ അമ്മയോട് തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ് ട്രിപ്പൊക്കെ അവസാനിച്ചോ കഴിഞ്ഞോ എന്നൊക്കെ. അതിൽ അവർ പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ ആ ഒരു പ്രോഗ്രാം ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു, അതും നിനക്കും വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല, നമ്മളെല്ലാവരും കൂടെ ഈ ഒരു വീട്ടിലിരുന്ന് അത് ആഘോഷിക്കുമെന്ന് പറയുന്നു. അത് കേട്ടതും ഇവർക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഇങ്ങനെ ഇവരൊരുമിച്ച് ഒരു ന്യൂ ഇയർ ഒന്നും ഇവർ ആഘോഷിച്ചിട്ടേയില്ല. എന്നിട്ട് അവനോട് വീണ്ടും ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ പോയത്, നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ അപ്പോഴാണ് അച്ഛനെ കാണുന്നത്. അച്ഛനിങ്ങനെ ആപ്രോണൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കും വേണ്ടിയിട്ടുള്ള. എന്നാൽ അപ്പോഴാണ് ഇവിടെ അമ്മ ഇവൻ്റെ മുഖത്ത് ഇങ്ങനെ മുറിവും പാടും ഒക്കെ കാണുന്നത്. അതിലമ്മ പേടിച്ചുകൊണ്ട് ഇതെന്താ പറ്റിയത് നിൻ്റെ മുഖത്ത്, നീ ആരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതിൽ അവന് പെട്ടെന്ന് തന്നെ പറയും, ഞാൻ ആരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയതല്ല, ഞാൻ ജസ്റ്റ് വീണതാണെന്ന് അവൻ കള്ളം പറയുകയാണ്. എന്നാൽ അമ്മക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അച്ഛൻ പറയുന്നത്, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആകുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മ അച്ഛനെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് അവന് ഒരുപാട് ഓയിൻമെൻറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതും അതിൽ ഇവനിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അമ്മ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നാൽ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ അമ്മ പറയുന്നത്, ചെറുപ്പം തൊട്ടേ നീ എപ്പോഴും ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കലായിരിക്കും, ഞങ്ങളൊക്കെ വിചാരിച്ച് നീ അങ്ങനത്തെ ഒരു പയ്യനാണ്, അപ്പോൾ ആരുമായിട്ട് ഫൈറ്റൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിൽ അവന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഫൈറ്റ് ഉണ്ടാക്കിയതല്ല എന്ന്. അതിൽ അമ്മ പറയും, നീ എന്താ വിചാരിക്കുന്നത്, ഞങ്ങളൊക്കെ ഡോക്ടറല്ലേ, ഞങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകൂലേ ഇതെങ്ങനെ പറ്റിയതാണെന്നൊക്കെ ഇവനോട് അങ്ങോട്ട് പറയുന്നു. എന്നിട്ട് പിന്നെ അമ്മ പറയുന്നത്, നീ പുറത്ത് പോയി പഠിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഞാനും അച്ഛനും കൂടി ഇരുന്ന് വിശദമായിട്ട് ഒന്ന് ചിന്തിച്ചു. നിനക്ക് പോകണമെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട, എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞതും ദേ കിടക്കുന്നു. ആകെ ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൊത്തത്തിൽ അവന് ഫുൾ സർപ്രൈസഡ് ആവുകയാണ്. എന്നാൽ അത് കേട്ട് ഇവന് പേടിക്കുന്നുണ്ട്. അച്ഛനെ നോക്കുമ്പോൾ അച്ഛനും ചിരിക്കുകയാണ്. അവന് എന്താണോ വേണ്ടത് അതുപോലെ ചെയ്തോട്ടെ എന്ന രീതിയിൽ. എന്നിട്ട് അമ്മയും ബേയും തമ്മിൽ അന്ന് കണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കാണിക്കുകയാണ്. ആക്ച്വലി ഇവർ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇവൻ്റെ ഒരു സ്വഭാവത്തിനെ പറ്റിയൊക്കെ അമ്മ അന്ന് ചോദിച്ചപ്പോൾ ബേ പറഞ്ഞിരുന്നു, അവന് ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ആരോടും സംസാരിക്കില്ല, എപ്പോഴും മനസ്സിൽ എന്തോ ഒരു വിഷമം കൊണ്ട് നടക്കുന്നത് പോലെയാണ്, ഇങ്ങനെ ഒരു ഒതുങ്ങിക്കൂടിയ ടൈപ്പാണ്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആരോടൊക്കെ പറയാനുണ്ട്, പാരൻസിൻ്റെ കെയർ അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട് അന്ന് അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയും പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് അവരുടെ ഒരു വരവൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അമ്മ പറയുന്നത്, നിൻ്റെ ബേനയുണ്ടല്ലോ, നീ ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ, അവൾ നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ ചെങ്ങിനും ഭയങ്കര സന്തോഷം. ചെങ്ങ് പറയും, ഓക്കെ ഞാൻ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല, അവൾ എന്നും എൻ്റെ സ്വന്തമായിരിക്കും എന്നും പറയുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നത്, ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. ഇനി അടുത്ത തവണ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും പറ്റിക്കില്ല എന്ന് പറയുന്നു. ഇവനെ ഇത്രയും കാലം ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാകും. അത് കേട്ട് ചെങ്ങ് ഒന്നുകൂടെ ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇനി ഇൻ കേസ് നിങ്ങൾ അങ്ങനെ എന്നെ പറ്റിച്ചാൽ എന്താ നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് എന്ന് ഒരു തമാശക്ക് ചോദിച്ചപ്പോൾ ഇവിടെ അമ്മ പറയുകയാണ്, ഞാനൊരു 100 യുവാൻ തരാമെന്ന്. അതായത് പണ്ട് ബേ ഇവനോട് പറഞ്ഞ അതേ ഡയലോഗാണ് ഇപ്പോൾ അമ്മ പറയുന്നത്. അതും അവളുടെ അടുത്ത് നിന്നും അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ഇവനും ചിരിച്ചുകൊണ്ട് പറയും, 100 പോരാ 200 വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ അവരെല്ലാവരും ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എന്നാൽ ഇവന് അച്ഛൻ്റെ ആ ഒരു ഏപ്രോൺ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് ആരുടെ ഐഡിയ ആണെന്ന്. അതിൽ അച്ഛൻ പറയും, അമ്മ പറയുകയാണ് എന്നോട്, ഇങ്ങനത്തെ ഒരു ഏപ്രോൺ ഇട്ടുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഇവിടെ ചെങ്ങ് അപ്പോഴും ഉറങ്ങിയിട്ടില്ല, പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ റൂമിലോട്ട് അച്ഛൻ വരുന്നത്. ഒന്ന് ലൈറ്റ് ഇട്ടിരുന്നൂടെ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പിന്നെ ഇവനെ ആണെങ്കിലോ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ്. ഇവനിക്ക് അതൊന്നും ശീലമില്ലാത്തതാണ്. അച്ഛൻ വന്നിട്ടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ അപ്പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനാണെങ്കിലോ അച്ഛനക്കും ഭയങ്കര ഒരു ഓക്വേർഡ് ഫീലുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇന്നുണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ജസ്റ്റ് ഓക്കെ എന്നൊന്ന് മൂളുകയാണ്. അതിൽ അച്ഛനും പിന്നെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. എന്നിട്ട് പറയുന്നത്, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഉറക്കം വരുന്നു, ഞാൻ എന്നാൽ പോട്ടെന്നും പറഞ്ഞു
പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ കാണുന്നത് അച്ഛൻ ആക്ച്വലി വന്നിരിക്കുന്നത് അവൻക്ക് മുഖത്ത് പാടൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ സ്കാർ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനി അടുത്തതായിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ചെങ്ങും ലിന്നും എല്ലാവരും തിരിച്ച് കോളേജിലോട്ട് തന്നെ വരികയാണ്. ബേഗ് ഭയങ്കര ഹാപ്പിയോടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ കൂടി അവളുടെ ലഗേജൊക്കെ ഇറക്കി വെക്കുന്ന ഒരു സമയത്താണ് ലിന്ന് വരുന്നത്. ലിന്നിനെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ഹഗ്ഗിങ്ങും, ലിന്നാണെങ്കിൽ അവൾക്ക് ഒരുപാട് അവളുടെ ഹോംലി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് അവൾക്ക് കൊടുത്തിട്ട് പറയും, നീ ഇഷ്ടം പോലെ കഴിച്ചോ, നീ എത്ര കഴിച്ചാലും തടിക്കാത്ത പ്രകൃതമാണല്ലോ, അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് കഴിക്കാമെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ബേക്ക് ഒരു റിഗ്രറ്റ് തോന്നുകയാണ്. അതായത് അവൾ എത്ര കഴിച്ചാലും തടിക്കില്ല എന്നൊക്കെ ഇവരെ പറഞ്ഞ് പറ്റിച്ചതാണ്. ആക്ച്വലി അവൾ പെട്ടെന്ന് തടിക്കുന്ന പ്രകൃതമാണല്ലോ. എന്നിട്ട് പിന്നെ ലിന്നിനോട് പറയും, എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. ഞാൻ ഒരു കണക്കിന് നിങ്ങളോട് കള്ളം പറയുകയായിരുന്നു. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഭയങ്കര ഫാറ്റി ആയിരുന്നു. പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഡയറ്റൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഞാനായി മാറിയത്. അതുകൊണ്ട് ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും തടിക്കുന്ന പ്രകൃതമാണെന്നൊക്കെ പറയും. എന്നാൽ അത് കേട്ടതും ലിന്നെ അവൾ ആദ്യം ഇങ്ങനെ സത്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ സത്യമാണെന്നൊക്കെ വിചാരിക്കും. പിന്നെ ഇതാണെന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് രണ്ടാമത്തെ അവളുടെ സത്യം പറയുന്നത്. അതിൽ അവൾ പറയുന്നത് അന്ന് ഇവരെ ഉപദ്രവിച്ച ഒരു പയ്യനുണ്ടല്ലോ, ആ ഒരു തെമ്മാടി പയ്യൻ, അവനെ ആക്ച്വലി എനിക്കറിയില്ല എന്ന് അന്ന് കള്ളം പറഞ്ഞതായിരുന്നു. അവന് പണ്ട് എൻ്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറയുന്നു. എന്നിട്ട് അത് കേട്ടതും ഇവിടെ ലിന്നിന് ചെറുതായിട്ട് വിഷമം വരാൻ തുടങ്ങും. കാരണം ഇത്രയും വലിയ കാര്യമൊക്കെ ഇവളെ മറച്ചു വെച്ചല്ലോ. ആക്ച്വലി ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നും വിചാരിച്ചിരിക്കുകയാണല്ലോ ലിന്നെ. എന്നാൽ ഇവർക്കിടയിൽ ഒരുപാട് സീക്രട്ടുകളുണ്ട് എന്ന് അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത്. പിന്നെ അവളുടെ ചിരിയെല്ലാം മായാൻ തുടങ്ങും. അങ്ങനെ അവൾ മൂന്നാമത്തെ അവളുടെ രഹസ്യം പറയുകയാണ്, അവളുടെ ആ ഒരു കള്ളത്തരം. അതായത് അവൾ ബ്ലാക്കിൻ്റെ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞതും കള്ളമായിരുന്നു എന്ന് പറഞ്ഞതും ഇവിടെ ലിന്നിന് പിന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ലിന്നിന് അതിങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ശരിക്കും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, നീ ഇത്രത്തോളം എന്നോട് കള്ളം പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ബേക്ക് ഒരു കോൾ വരുന്നത്. എന്നാൽ ഇവരിങ്ങനെ ഇവിടെ ഷോക്കായിക്കോട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ലിന്ന് പറയും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ ഒരു കോളാണെങ്കിലോ ഇവിടെ യൂജിയാണ്. അതായത് പെട്ടെന്ന് തന്നെ ഇവരുടെ കോളേജിൻ്റെ വെബ് പേജ് ഓപ്പൺ ആക്കി നോക്കാൻ ബ്ലാക്ക് അവൻ്റെ മുഖം റിവീൽ ആയിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ആകെ ഷോക്കായിക്കൊണ്ട് ആ ഒരു വെബ് പേജ് തുറന്ന് നോക്കുമ്പോഴോ അവൻ്റെ ഫോട്ടോയും അവൻ്റെ ഐഡൻറ്റിറ്റിയും എല്ലാം ചോർന്നിട്ടുണ്ട്. ഇവൾ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ബ്ലാക്കിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ഒരു ചീഫ് എഡിറ്റർ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ആക്ച്വലി ഇവിടെ ബ്ലാക്ക് തന്നെയാണ് അവൻ്റെ മുഖം റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത്. അങ്ങനെ പിന്നെ ഇവരുടെ കമ്പനിയും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഇവരുടെ പുതിയ കോൺട്രാക്റ്റ് അവർ രൂപീകരിച്ചുകൊണ്ട് ഇവർക്ക് ആ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു. എന്നാൽ അതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഓടി വരികയാണ്. വിചാരിക്കുന്നത് ഇവനെ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തെന്ന. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനക്ക് പണിഷ്മെൻറ്റ് കൊടുക്കരുത്, അവൻ അറിയാതെ ആരും ചെയ്തതാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ചീഫ് എഡിറ്ററിനോട് യാചിക്കുകയാണ്. എന്നാൽ അത് കേട്ടതും ഇവർ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ ഇവർക്ക് ചിരിയാണ് വരുന്നത്. ബ്ലാക്കൊക്കെ ഇങ്ങനെ പുറകെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇവളുടെ ഈ ഒരു സങ്കടവും ടെൻഷനും എല്ലാം കണ്ടപ്പോൾ ചീഫ് എഡിറ്ററും ഒന്ന് ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് അവൾ പറയുന്നത്, ആണോ അതൊക്കെ പോട്ടെ, നീ ഒരു ന്യൂസ് കേട്ടിട്ട് നീ ആകെ ഷോക്കാകുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ ഓൾറെഡി നിനക്ക് ഇവനാണ് ബ്ലാക്ക് എന്ന് അറിയാം, അപ്പോൾ അതിൻ്റെ ഒരു പണിഷ്മെൻറ്റും കൂടി അപ്പോൾ ഇവനക്ക് കൊടുക്കണമല്ലേ. എന്നാൽ അവൾ അത് ഒന്നുകൂടെ പേടിക്കുകയാണ്. അവളിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ചെങ് അവളെ പിടിച്ചിട്ട് ഈ ചീഫ് എഡിറ്ററിനോട് പറയുന്നത് മതി ഇനി അവളെ പേടിപ്പിച്ചത്. അതിൽ ബേക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതിൽ പിന്നെ ചീഫ് എഡിറ്റർ പറയും, ഞാൻ അവനെ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യുകയല്ല, അവൻ്റെയൊക്കെ ഞങ്ങളുടെ സീസൺ 3യുടെ പുതിയ കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്, പിന്നെ അവനെ മുഖം റിവീൽ ചെയ്യാൻ ഞങ്ങളുടെ കമ്പനി ഓക്കെയുമാണ്. പിന്നെ അത് മാത്രവുമല്ല, ഇത്രയും ഭംഗിയുള്ള ആളാണ് ബ്ലാക്ക് എന്ന് അറിഞ്ഞാൽ അവൻ്റെ ആ ഒരു ബുക്ക് കൂടുതൽ ആളുകൾ വായിക്കാൻ തുടങ്ങും, അത് ഞങ്ങൾക്കും ഒരു പ്രൊമോഷൻ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവൻ്റെ ഭംഗിയെ ഇങ്ങനെ പുകയറ്റി പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ അവനക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ പറയും, എന്നാൽ പിന്നെ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കണം. അങ്ങനെ അവർ പോയി കഴിഞ്ഞതും ഇവന് ബാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ അവളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ ചെങ്ങിനോട് പറയുകയാണ്, ഞാൻ ലിന്നിനോട് എൻ്റെ ആ ഒരു രഹസ്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷേ അവൾക്ക് ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ ചെങ്ങും അവളെ സമാധാനിപ്പിക്കുകയാണ്, അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക, അവൾ റെഡി ആയിക്കോളും, എല്ലാം കൂടെ കേട്ടപ്പോഴുള്ള ഒരു പ്രശ്നമാണ്, എന്തായാലും ശരിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലോട്ടാണ് ഇവരുടെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു കൂട്ടം ഫുള്ളായിട്ട് വരുന്നത്. അതായത് ഇവരൊക്കെ ആ ഒരു ബ്ലാക്ക് ഇവനാണ് എന്ന് അറിഞ്ഞ ആ ഒരു ഷോക്കിൽ വരികയാണ്. എന്നിട്ട് ഇവരോട് ചോദിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവർക്കൊക്കെ സംശയം, 3 വർഷമായിട്ട് ഇവർ ഒരേ റൂമിലാണ് താമസിക്കുന്നത്, എന്നാൽ അവർക്ക് പോലും ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല ഇവനാണ് ബ്ലാക്ക് എന്നുള്ള കാര്യം. എന്നിട്ട് അതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന ഒരു രീതിയിൽ. എന്നാൽ അവന് ഞാൻ ഇപ്പോൾ അത് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊന്നുകൂടെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അവന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് കോമിക് ക്ലബ്ബാണ്.
എന്നാൽ ഇവിടെ വെച്ചിട്ട് ചെങ്ങ എല്ലാവരോടും കൂടിയായിട്ട് ആ ഒരു കോമിക് ക്ലബ്ബിലെ മെമ്പേഴ്സിനോട് എല്ലാവരോടുമായിട്ട് അവൻ പറയുകയാണ് അവനാണ് ബ്ലാക്ക്, എന്നിട്ട് ഇത്രയും കാലം മറച്ചു വെച്ചതിന് അവന് ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ സിയോ ആണെങ്കിലോ സിയോക്ക് ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ സിയോ, അവന് പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു കുട്ടികളാണെങ്കിലോ എല്ലാവരും കൂടെ ഓട്ടോഗ്രാഫ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സിയോ പെട്ടെന്ന് ഒന്ന് മിണ്ടാതിരിക്കുമോ, അവൻ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാട്ടി പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇവനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്ന ആ ഒരു സമയത്താണ് സിയോ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവനും ബ്ലാക്കും തമ്മിലുള്ള ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കുന്നത്, ഒരു സെൽഫി. എന്നാൽ ഇവൻ ഇത്രയും നേരം ജാടയിട്ടതാണ്, എല്ലാവരും പേടിപ്പിച്ചതാണ് എന്നതൊക്കെയാണ് അതിൻ്റെ ഉള്ള സത്യം. എന്നാൽ പിന്നെ ഈ ഒരു മെമ്പേഴ്സിനെ അവർക്ക് ഇതിലുള്ള ഒരു സംശയങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇവിടെ ആ ഒരു ബ്ലാക്ക് ബോർഡിൽ അന്ന് ആ ബ്ലാക്കിൻ്റെ സീസൺ 3 വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കണ്ടത്, അതൊക്കെ ഇവൻ്റെ പണിയായിരുന്നു എന്നിങ്ങനെ പറയുന്നു. പിന്നെ ഇവിടെ ബേനോട് ചോദിക്കും, അപ്പോൾ നീയും ബ്ലാക്കും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ടല്ലേ, അവൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ എന്ന് ചോദിക്കുന്നതും ഇവിടെ ചെങ്ങ് ഇവളെങ്ങനെ നോക്കുകയാണ്. അതായത് അവൾക്ക് ആ ഒരു സത്യം പറയാനുള്ള ആ ഒരു സമയം കൊടുക്കുകയാണ്. അതിൽ പിന്നെ ബേയും ഒന്ന് മുന്നിലോട്ട് വന്നിട്ട് അവൾ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതായത് അവൾ ബ്ലാക്കിൻ്റെ അസിസ്റ്റൻ്റ് അല്ലായിരുന്നു, അവൾ കള്ളം പറയുകയായിരുന്നു എന്നും ഇങ്ങനെ ഇവൾ പറഞ്ഞതും എല്ലാവർക്കും ഭയങ്കര ഷോക്കിങ്. കാരണം ഇവർ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അതൊക്കെയാണല്ലോ. പക്ഷെ ഒരുപാട് സംശയങ്ങളും. അതിലൊരുത്തൻ ചോദിക്കും, നീ ബ്ലാക്കിൻ്റെ അസിസ്റ്റൻ്റ് അല്ലായിരുന്നു എങ്കിൽ നിനക്ക് എങ്ങനെ അവൻ്റെ ആ ഒരു ഡ്രോയിങ് ഒക്കെ കിട്ടിയെന്ന്. അതിൽ ഇവൾ പറയുന്നത് ആക്ച്വലി അതെനിക്ക് ഈ ഒരു കോമിക് ക്ലബ്ബിലെ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. അത് കേട്ടതും എല്ലാവർക്കും വീണ്ടും ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ്. പിന്നെ അവൾ പറയുന്നത് അവൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അവൾ ഒരുപാട് കള്ളം പറയുന്ന ആളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അവളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും താൻ എന്നൊക്കെ ഇങ്ങനെ ഒരു കുമ്പസാരവും നടത്തുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരുപാട് സത്യങ്ങളൊക്കെ ഇവരറിഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ദേഷ്യം ഇങ്ങനെ ബേനോട് കാണിക്കുകയാണ്. അതിൽ ബേ എല്ലാവരോടും ഭയങ്കര സിൻസിയറായിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്ന ഇവരുടെ ഇടയിലോട്ട് ബേനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ലിന്നി വരികയാണ്. ലിന്നി ഇവരുടെ ഇടയിലോട്ട് കയറിയിട്ട് പറയും, പിന്നെ നമ്മളെല്ലാവരും കള്ളം പറഞ്ഞിട്ടില്ലേ, ഓരോ അവസരം വരുമ്പോൾ നമ്മളുടെ രീതിയിൽ നമുക്ക് ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബേ ചെയ്തത് അവളൊരു കള്ളമാണ്, ശരിയാണ്. പക്ഷെ ആ ഒരു കള്ളം കൊണ്ട് നമുക്ക് ഈ ഒരു കോമിക് ക്ലബ്ബ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായി. അവർ അന്ന് ആ ഒരു ഇഷ്യൂവിൻ്റെ ഇടയിലാണല്ലോ അവൾ കള്ളം പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഗുണമാണല്ലോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബേനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അത് കേട്ടതും ബാക്കിയുള്ളവർക്കും ഭയങ്കര കൺവിൻസ് ആവുകയാണ്. പിന്നെ അവളുടെ ബാക്കി ഇവിടെ സിയോയും ഏറ്റുപിടിക്കും. അതിൽ പിന്നെ അവളും ഭയങ്കരമായിട്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, എനിക്കൊരു ചാൻസും കൂടെ തന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ചെങ്ങും പറയും, ഓക്കെ അവൾ എൻ്റെ ലൈഫിലും ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ആ ഒരു സീസൺ 3യുടെ ഐഡിയ ഒന്നും കിട്ടാത്ത ഒരു സമയത്ത് ഞാൻ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇവൾ വന്നിരുന്നത്. പിന്നെ ഇവൾ ബ്ലാക്കിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതൊക്കെ എനിക്കൊരു തരത്തിലുള്ള മോട്ടിവേഷൻ ആയിരുന്നു, കൂടുതൽ ഐഡിയകളും എല്ലാം എനിക്ക് അതിൽ നിന്നും കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് എനിക്ക് അവൾ ഇവിടെ നിൽക്കുന്നതിന് താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഞാനാണ് പ്രസിഡൻറ്റ്, ആ ഒരു നിലയ്ക്ക് ഞാൻ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയനും കൂടി എടുക്കുകയാണ്. ബേ ഇവിടെ നമ്മുടെ കോമിക് ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് എല്ലാവർക്കും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ യൂച്ചി അവൾ ഓക്കെയാണ് ബേനെ അക്സെപ്റ്റ് ചെയ്യാനെന്ന് പറയുന്നു. അതിൽ പിന്നെ എല്ലാവരും അവളെ പിന്നാലെ ഏറ്റുപിടിക്കുന്നു. സിയോ പെട്ടെന്ന് പറയും, എനിക്ക് സമ്മതമല്ല, പക്ഷേ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ആ ഒരു സപ്പോർട്ട് കോമിക് ക്ലബ്ബിന് ഇനിയും ബേ തരികയാണെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറയുന്നു. അത് കേട്ടതും ഒരു നിമിഷം പേടിച്ചവരെല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയും, ചെങ്ങ് നീ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് പോക്കറ്റിൽ കൈയെടുത്തുകൊണ്ട് ഒരു ലവ് അങ്ങോട്ട് സിമ്പിൾ കൊടുക്കുകയാണ്. എന്നാൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചെങ്ങ് അവനെങ്ങനെ വഴക്ക് പറയും. എന്നാൽ അടുത്തതായിട്ട് ഞാൻ എന്നെ പറ്റിച്ചതായിരുന്നു, പക്ഷെ ബേക്ക് തീർച്ചയായിട്ടും എൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത പോക്കറ്റിൽ കൈയിട്ടിട്ട് വീണ്ടും ഒരു സിമ്പിൾ കൊടുക്കുന്നു. അതിൽ ഇവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെങ്ങിന് ദേഷ്യം പിടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ഉന്തിടുന്നു. അതിൽ നേരെ അവൻ പോകുന്നത് ലിന്നിൻ്റെ അടുത്തോട്ട്. എന്നാൽ പിന്നെ ലിന്നിനും കൂടി കൊടുക്കാമെന്നും അവന് വിചാരിച്ചിട്ട് അവളെയും ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ സോൾവായി. അതിൻ്റെ ഇടയിലോട്ടാണ് യൂച്ചി ബേൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഇപ്പോൾ ഓക്കെ ആയില്ലേ, നിൻ്റെ മനസ്സിലുള്ള ഒരു കനം പോയി കിട്ടിയില്ലേ, ശാന്തമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ ബേയും ഇങ്ങോട്ട് ഇവളോട് ചോദിക്കുകയാണ്, ഇനി യുടെ കാര്യത്തിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോൾ യൂച്ചി പറയും, തൽക്കാലം ഇപ്പോൾ ഹെൽപ്പൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്, ഇപ്പോൾ എനിക്ക് അവനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ട്, ഞാൻ അതിന് പോകുകയാണെന്ന് പറയുന്നു. അതായത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ലവ് ഒന്നായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ യൂച്ചി അവൻ്റെ അടുത്തോട്ട് പോകും. എന്നാൽ സിയോ ലിന്നിനെയും കൂട്ടി പോകുന്ന ആ ഒരു സമയത്താണ്
ബേ ലിന്നിനെ പിടിച്ചു വെച്ചിട്ട് അവൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത്. എന്നാൽ സിയോ പറയും, എന്നാൽ ഞാനും കൂടി കേൾക്കട്ടെ, എന്താ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ചെങ്ങ് വന്നിട്ട് നീ ഇങ്ങോട്ട് വാ, നിന്നോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ലിന്നും ബേയും അവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവിടെ സോൾവ് ആക്കുകയാണ്. ബേ അവളുടെ കുട്ടിക്കാലത്തെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു രൂപത്തിൻ്റെ ഫോട്ടോ ഇവിടെ ലിന്നിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾക്കുണ്ടായ പ്രശ്നങ്ങളും അവൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാനുണ്ടായ കാരണങ്ങളും അവളുടെ ലൈഫിൽ അവൾ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സമയങ്ങളും എല്ലാം ഇവിടെ ലിന്നിനോട് ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. അത് കേട്ടപ്പോഴും ഇവിടെ ലിന്നിനും ഭയങ്കര സഹതാപം തോന്നുകയും എന്നിട്ട് നീ ഒരിക്കലും വിഷമിക്കണ്ട, ഞാൻ എന്നും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. അതിൽ ബേയും പറയും, ഇനി അങ്ങോട്ട് ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഒരു കള്ളവും മറച്ചു വെക്കില്ല എന്ന് അവളും പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അവൾ ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഫുഡൊക്കെ ലിന്നി വീണ്ടും കൊടുക്കുമ്പോൾ ഇവിടെ ബേ അപ്പോൾ സത്യം പറയും, സോറി എനിക്കിത് കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ തടിച്ചു പോകും എന്ന് പറയുമ്പോൾ ലിന്നി പറയും, നീ മുഴുവൻ കഴിക്കേണ്ട, കുറച്ച് ഞാനും കഴിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു സമയത്താണ് സീനിയർ പെണ്ണ് വരുന്നത്. അവളും പിന്നെ ഇവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് സീനിയർ പെണ്ണ് പറയുന്നത്, ഞാൻ ആക്ച്വലി നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ്, ഞാൻ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്, അബ്രോഡിലാണ് ഇനി ബാക്കി പഠിക്കുന്നതെന്ന് പറയുന്നു. അത് കേട്ടതും ഇവർക്കൊക്കെ ഭയങ്കര ഞെട്ടൽ. എന്നാൽ ഇവളൊരു ഫെയർവെൽ ഗിഫ്റ്റ് എന്ന രീതിയിൽ ബേക്ക് ഒരു സാധനം കൊടുക്കുകയാണ്. ബേ അത് നോക്കിയതും അവൾ ഭയങ്കര ഷോക്കാകും. അതായത് പണ്ട് ഇവർ കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഒരു ബ്ലാക്ക് ഡ്രസ്സ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിൻ്റെ വില കാരണം അന്ന് അവളത് മേടിച്ചില്ല. ആ ഒരു ഡ്രസ്സ് ഇവളിങ്ങനെ ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ അടുത്തതായിട്ട് ലിന്നിനും കൊടുക്കുന്നുണ്ട്. അതും അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇവൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയാണ്. എന്നിട്ട് തിരിച്ചും അവൾക്കൊരു ഗിഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇനി അടുത്തതായി കാണിക്കുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇവിടെ ചെങ്ങിനെ ഇപ്പോൾ ബ്ലാക്ക് ആണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവനിക്കിപ്പോൾ ഒരുപാട് ആരാധകർ കൂടിയിട്ടുണ്ട് അവൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട്. എന്നിട്ട് പിന്നെ ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കൽ ചടങ്ങാണ്. പണ്ട് 6 കിലോമീറ്ററോളം ഇവൻ്റെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്ന ബേ ഇപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവനക്ക് ഓരോ ആൾക്കാർ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം അവന് ബേക്ക് കൊടുക്കുന്നു. അങ്ങനെ ബേയും ഭയങ്കര ഹാപ്പിയാണ്, അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യുവിൻ്റെ അടുത്തോട്ട് ഒരുപാട് പെൺകുട്ടികൾ അവനെ കണ്ടിട്ട് ഇങ്ങനെ ഡിന്നർ കഴിക്കല്ലേ മീൽ ഓഫറൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എന്നാൽ അവൻ അതൊക്കെ പെട്ടെന്ന് തന്നെ റിജക്റ്റ് ചെയ്യും. എന്നിട്ട് അവനക്ക് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു പ്ലാന് ഇവിടെ യൂച്ചിൻ്റെ കൂടെ കറങ്ങാൻ പോവരാണ്. അവരുടെ കൂടെയാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇവിടെ ലിന്നിൻ്റെ ഫോട്ടോ എടുക്കലാണ് സിയോൻ്റെ പണി. അവൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്യാമറ വെച്ച് തന്നെ പല രീതിയിലുള്ള ഫോട്ടോസും അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ ലിന്നിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പിന്നെ സിയോക്കാണെങ്കിൽ അവൻ എവിടെ പോയാലും അവൻ ആരാധകർ മൂടുകയാണ്. ഇവിടെ ടെന്നീസ് കളിച്ച് കഴിഞ്ഞ് നിന്നതും അവൻ്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ടിട്ട് സിയോ പറയും, ഇത്രയും പേർക്ക് നീ എങ്ങനെ കൊടുക്കാം, കുറച്ച് പേർക്ക് ഞാനൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കളിപ്പിക്കുകയാണ്. എന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ യൂച്ചിയും അവർക്കും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഇവനിങ്ങനെ കളിയാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കോമിക് ക്ലബ്ബിൽ ഇപ്പോൾ പുതിയ പോസ്റ്ററൊക്കെ ഇവൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതും ഇവൻ്റെ ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറും എല്ലാം വെച്ചിട്ട് ഒരു പുതിയൊരു പോസ്റ്റർ. അതിൻ്റെ പിന്നിലും ബേയും ചെങ്ങും ഒക്കെയാണ്. ഇനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സീസൺ 3 റിലീസായിട്ടുണ്ട്. ബേ ആണെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര ചൂടോടുകൂടി തന്നെ ആ ഒരു സീസൺ 3 വായിക്കുന്നു. അങ്ങനെ വായിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ചെങ്ങിങ്ങനെ അവളുടെ അടുത്തോട്ട് വന്നിട്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രൂട്ട് ഓറഞ്ച് വെച്ച് തന്നെ അവളിങ്ങനെ കളിപ്പിക്കുന്നത്. എന്നാൽ മുന്നിലൊരു ഓറഞ്ച് വന്ന് വീണത് കണ്ടിട്ട് ഇവൾ ജസ്റ്റ് ബാക്കിലോട്ട് നോക്കിയതും ചെങ്ങിനെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒരു കിസ്സും കൊടുത്തുകൊണ്ട് അവനോട് ഇവിടെ ഇരിക്കാൻ പറയും. എന്നാൽ അവനിങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സീസൺ 3, നിനക്ക് ഇഷ്ടപ്പെട്ടോ, നീ വിചാരിച്ചതുപോലെയൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ഇവൻ ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ അവളെ നന്നായിട്ട് മിസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇവൻ പറയുന്നത്, നിനക്ക് തരാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതിൽ ഇവൾ ഭയങ്കര ആകാംക്ഷയോടെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സർപ്രൈസ് അല്ലേ, അതെങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഇവൾ പറയും ഓക്കെ എന്നാ, പക്ഷേ എന്ത് സർപ്രൈസ് ആണെന്ന് അറിഞ്ഞാൽ ഞാനത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകാം എന്നിങ്ങനെ പറയുമ്പോൾ ഇവനൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, എന്നാൽ പിന്നെ നീ എന്നെ ഫോളോ ചെയ്തോ, എന്നാലേ നിനക്ക് ആ ഒരു സർപ്രൈസ് കിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവന് നേരെ ഓടുകയാണ് ആ ഒരു ബീച്ച് സൈഡിലോട്ട്. അതിൽ ഇവൾ പിന്നാലെ വരുന്നുണ്ട്. പെട്ടെന്ന് ഇവളെ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവളെയും എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. എന്നാൽ അതൊക്കെ ഇവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഒരുപാട് തവണ എൻ്റെ ലൈഫും എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് ആഗ്രഹിച്ചു, ഒരുപാട് തവണ അതിന് ട്രൈ ചെയ്തു, പക്ഷേ ഒരിക്കലും നടന്നിട്ടില്ല. ഈ ഒരു കോളേജിൽ വരുന്നതായിരിക്കും എൻ്റെ പുതിയ ലൈഫ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പോഴും എൻ്റെ ലൈഫിന് ഒരു മാറ്റവുമില്ല. എന്നാൽ ദൈവം വിചാരിച്ചിരിക്കുന്നു
ചെയ്തിരിക്കുന്നത്. ദൈവം എൻ്റെ ലൈഫിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവനെ കാണുക, ഇവനായിരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് തരിക എന്നതായിരുന്നു എന്നൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. എന്നിട്ട് അവരിങ്ങനെ കറങ്ങുന്നു, എന്നിട്ട് കിസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ബേ ഒരു കാര്യം കൂടി ഇവനോട് പറയുകയാണ്. അതായത് പണ്ട് ഇവൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട്, അതായത് സീസൺ 3 ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചുകൊണ്ട് ഇതേ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ബേ അവനെ ഇങ്ങനെ യാദൃശികമായി കാണുകയും എന്നിട്ട് ബേ തന്നെയാണ് അവൻ്റെ അടുത്ത് വരിക, സംസാരിക്കുക ഒക്കെ ചെയ്തത്. എന്നിട്ട് അവൾ പറയുന്നത്, ഞാൻ എന്തിനാണെന്നറിയോ അങ്ങനെ ചെയ്തത്, അതിലിവന് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു റീസൺ അറിയില്ല, പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ സംസാരിക്കണമെന്ന് തോന്നി, മുൻകാല പരിചയം എന്തോ ഉള്ളതുപോലെ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ട് ചെങ്ങും പറയും, ചിലപ്പോൾ എൻ്റെ ആ ഒരു കോമിക് ബുക്കിലെ 2 കഥാപാത്രങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ ആയിരിക്കും നമ്മൾ, എന്നിട്ട് അവരും ഇവരും ഒന്നാണ് എന്ന രീതിയിലാണ് അവന് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ അവരുടെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് പഴയ ഒരു സ്റ്റോറിയിലോട്ട് പോവുകയാണ്. അതായത് പണ്ടത്തെ ബേ അവളിങ്ങനെ വിഷമിച്ച്, അവളെല്ലാവരും ഉപദ്രവിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു റൂഫ് ടോപ്പ് ഉണ്ടല്ലോ, ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ട് അവളിങ്ങനെ ആ ഒരു ചുമരുമേൽ ഇങ്ങനെ പിക്ചറൊക്കെ വരച്ചിരുന്നു. അതും ഇവരുടെ ആ ഒരു കോമിക് ക്യാരക്ടറിനെ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇങ്ങനെ ഒരു മലമുകളിൽ തനിച്ചിരിക്കുന്ന, അതും ഇവളാണെന്ന് ഇമാജിൻ ചെയ്ത് വിദൂരങ്ങളിലോട്ട് സമാധാനത്തോടെ ഇരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചിത്രം വരച്ചിരുന്നു. എന്നാൽ ഇവളെ ഉപദ്രവിച്ചിരുന്ന ആ പെൺകുട്ടികൾ പിന്നീട് അത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു, ഇതാ ഒരു കഥാപാത്രമല്ലേ, ഇതാരിവിടെ വരച്ചത് എന്ന് പറയുമ്പോൾ മറ്റൊരു പെൺകുട്ടി പറയുകയാണ്, എൻ്റെ സീനിയർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സ്കൂളിലുണ്ടത്രേ ആ ഒരു ബ്ലാക്കിൻ്റെ ഗേൾ ഫ്രണ്ട്, അവൾ വരച്ചതായിരിക്കും എന്നും ഇങ്ങനെ പറയുന്നു. എന്നാൽ ബാക്കിയുള്ളവർ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെയുണ്ടോ, നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ, ആരായിരിക്കും അതും എന്നും ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇനി ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ഡ്രാമ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ഡ്രാമ ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ വഴി അറിയിക്കുക. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.